السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد. നമ്മുടെ സുപ്രഭാതം അതിൻ്റെ 8ാമത്തെ എഡിഷൻ UAE-യിൽ ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നത് ഒരു വലിയ ഭാഗ്യമായി കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട MT ഉസ്താദും ഞാനും ഒരു ഫ്ലൈറ്റിലായിരുന്നു. ഉസ്താദിന് ഇന്ന് തന്നെ തിരിച്ചെത്തി നാളെ തമിഴ്നാട്ടിൽ പോവേണ്ടതുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത്, ചില വിഷയങ്ങളൊന്നും നമുക്ക് ഖലാവ് വീട്ടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. മറ്റു ചിലത് ഖലാവ് വീട്ടാൻ പറ്റും, ഇത് ഖലാവ് വീട്ടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് എന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് സത്യത്തിൽ വിനീതനായ ഞാനും. SNAC-യുമായി ബന്ധപ്പെട്ട് വളരെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലാണ് എങ്കിൽ പോലും ഇതിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു. ഈ അവസരത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഈ വാർത്താ വിനിമയം ഇന്നത്തെ ഭാഷയിൽ നാം എന്ത് പറഞ്ഞാലും ശരി, ഇതിന് ഒരു നിലാമിനെ, ഒരു സംവിധാനത്തിൻ്റെ നിലനിൽപ്പിൽ, അതിൻ്റെ വളർച്ചയിൽ ഇതിനുള്ള പങ്ക് ഏറ്റവും പ്രധാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇന്ന് വാർത്തകളാണ് ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് തന്നെ. ഇത് ഇന്ന് മാത്രമല്ല, ഒരർത്ഥത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അമ്പിയാക്കളുടെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, മാലി ലാ അറൽ ഹുദ്ഹുദ്, ഹുദ്ഹുദിനെ എന്തുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്ന് ചോദിക്കുന്ന ചരിത്രം. എങ്ങനെയാണ് പത്രമാധ്യമങ്ങളെ നടത്തേണ്ടത്, അതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മാർഗരേഖ നൽകുന്ന ഒരു ചരിത്രമാണത്. ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അവിടെ പിന്നീട് ഫമകസ ഗൈറ ബഈദിൻ ഫഖാല അഹത്തു ബിമാ ലം തുഹിത് ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. സബയിൽ നിന്ന് വളരെ സത്യസന്ധമായ കൃത്യമായി ഉറപ്പുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൃത്യമായി ഉറപ്പുള്ള വാർത്തകൾ ലഭിക്കുക എന്നത് ഒരു സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി അമ്പിയാക്കൾ നിർവഹിച്ചിരുന്നു. അതിന് ആവശ്യമായത് എല്ലാ അമ്പിയാക്കളും നിർവഹിച്ചിരുന്നു. ഇത് അന്നത്തെ രാജാവ് കൂടിയായതുകൊണ്ട് പ്രത്യേകമായി ചില സംവിധാനങ്ങൾ അതിന് സംവിധാനിച്ചിരുന്നു എന്നും, അത് സംവിധാനിക്കുമ്പോൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ എന്ന് പറയുന്നത്. എന്നിട്ട് ആ വിഷയം എന്ന് പറയുന്ന രംഗമുണ്ട്. ആ ഹുദ്ഹുദ് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് ആ സംഭവം വിവരിച്ചു കൊടുക്കുന്ന രംഗമുണ്ട്. അപ്പോഴും പറയുന്നത് ഖാല സനൻദുറു അസദഖത അം കുൻത മിനൽ കാദിബീൻ എന്നാണ്. അതിനെ വേണ്ട വിധത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ആ വാർത്തയെ അത് എത്ര കണ്ട് സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടല്ലാതെ അത് മറ്റൊരാളോട് പറയാനോ അത് പ്രസിദ്ധീകരിക്കുവാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കാര്യങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കാനോ പാടില്ല എന്ന സന്ദേശമാണ് പമ്പിയ നൽകുന്നത്. യഖീനാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ കൃത്യമായി മാനദണ്ഡങ്ങൾ എന്തൊക്കെ ഒരു വാർത്താ മാധ്യമ രംഗത്ത് സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വരച്ചു കാട്ടുകയാണ്. ഇവിടെ മറ്റൊരു സൂചന, വേട്ടയ്ക്ക് വേണ്ടി നായയെ ഉപയോഗിക്കുന്നത് പോലെ പക്ഷികളെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് തദ്രീബ് കൊടുത്തുകൊണ്ട് അവർക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന ഒരു വലിയ സന്ദേശവും അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നൽകുകയാണ്. ആദ്യകാലത്ത് വാർത്താവിനിമയ രംഗത്ത് അങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഈ വാർത്താവിനിമയ സംവിധാനത്തെ സംബന്ധിച്ച്
അത് ഒരു സംവിധാനത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്നതുകൊണ്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന മാർഗരേഖയാണ് മഹാന്മാരായ അംബിയാഇന്റെ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അത് എല്ലാവരും നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല മാർഗങ്ങൾ നിർവഹിച്ചു, പല മാർഗങ്ങളിലൂടെ അത് കാര്യങ്ങൾ നടത്തി. അതിനുശേഷം മഹാന്മാരായ സ്വഹാബത്ത് അതൊക്കെ നിർവഹിച്ചു പോന്നു. എന്നാൽ ജൂതന്മാരെ സംബന്ധിച്ച് പറയുന്ന ഒരു ചരിത്രം അവരെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്, വഖളൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈനി വലതഅലുന്ന ഉലുവൻ കബീറാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا. പിന്നീട് നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ടാകും. ജൂതന്മാരെ സംബന്ധിച്ച് പറയുന്നു, പിന്നീട് നിങ്ങൾക്ക് ചരിത്രത്തിൽ ഒരു തിരിച്ചുവരവുണ്ടാകും. ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും ഉണ്ടാകും. وجعلناكم أكثر نفيرا, നിങ്ങളെ ഏറ്റവും കൂടുതൽ നഫീറുള്ളവരാക്കും എന്ന്. എന്താണ് ഈ നഫീർ? ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളവർ ജൂതന്മാർ ഒരു കാലഘട്ടത്തിലും ആയിട്ടില്ല, അങ്ങനെ ആവുകയുമില്ല, അതിനുള്ള സാധ്യതയുമില്ല. പിന്നെന്താണ് നഫീർ? മഹാന്മാരായ പണ്ഡിതന്മാർ പല അർത്ഥവും നൽകി. കൂട്ടത്തിൽ ഒരു മഹാൻ പണ്ഡിതൻ നൽകിയ അർത്ഥമാണ് നഫീർ എന്ന് പറഞ്ഞാൽ സൗത്തുൽ ഹമീർ, വാർത്താവിനിമയ രംഗത്ത് നിങ്ങൾ മികച്ചു നിൽക്കും ലോകത്ത്. ആ വാർത്തകൾക്ക് ഒരു മൃഗീയ സ്വഭാവമുണ്ടാകും. കാരണം നഫീർ എന്ന് പറഞ്ഞാൽ സൗത്തുൽ ഹമീർ എന്നാണ്, മൃഗത്തിന്റെ ശബ്ദമാണ്. ഒരു മൃഗീയ സ്വഭാവമുള്ള, അസത്യം മാത്രമുണ്ടാകുന്ന, സത്യത്തെ വളച്ചൊടിക്കുന്ന ഒരു മൃഗീയ സ്വഭാവമുള്ള വാർത്താവിനിമയത്തിന്റെ ആധിപത്യം നിങ്ങളുടെ കൈകളിലായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ജൂതന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു. ഇത്തരം ഘട്ടത്തിൽ സത്യസന്ധമായി വാർത്തകൾ അവലോകനം ചെയ്ത്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത്, ആ വാർത്തകളിലൂടെ നന്മ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അംബിയാഇന്റെ ചരിത്രം മുൻവേദ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്. മുൻവേദ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് വായിച്ചാൽ അറപ്പ് ഉണ്ടാക്കുന്ന വിധത്തിലാണ് പരിശുദ്ധ ഖുർആൻ അത് വളരെ ഭംഗിയായി വിവരിക്കുന്നു. ഇങ്ങനെ വാർത്തകളെ പല രൂപത്തിൽ അത് നമുക്ക് വിവരിക്കാൻ കഴിയും, റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ആ വിധത്തിൽ അതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായി വാർത്താവിനിമയ രംഗത്ത് നാം മുന്നിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന വസ്തുത മനസ്സിലാക്കിയതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങൾക്ക് ഇൽഹാമ നൽകിക്കൊണ്ട് അവരിലൂടെ രൂപീകൃതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തത് ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ചു എന്നുള്ളതാണ്. ബിദ്അത്തിൽ നിന്ന്, വലാലാത്തുകളിൽ നിന്ന് ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിച്ചുകൊണ്ട് കൃത്യമായി പാരമ്പര്യമായ ദീനിനെ യാതൊരു തരത്തിലുള്ള ഉലൂവില്ലാതെ, കുറവിൽ തഫരിയത്തില്ലാതെ, വീഴ്ചകളില്ലാതെ, അമിതമാക്കാതെ കൃത്യമായ ഋജുവായ രൂപത്തിൽ, അതിന്റെ സത്യസന്ധമായ രൂപത്തിൽ കാത്തു സംരക്ഷിച്ചു എന്നത് ഈ ഉമ്മത്തിന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് സമസ്തയെ സമൂഹം ഏറ്റെടുക്കുന്നത്. എന്നാൽ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നിങ്ങനെ പറയുന്നു എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടാകും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ ഐക്യത്തിനും, ഈ സമൂഹത്തിലെ മതസൗഹാർദ്ദത്തിനും, ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അവസരോചിതമായി നിർവഹിക്കുകയും അതിന് നേതൃത്വം നൽകുകയും അതിന്റെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ മുസ്ലിംകൾ. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആവേശമായി മാറുന്നത്. എവിടെയാണ് സമസ്ത വീഴ്ച വരുത്തിയത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ മദ്രസ വിദ്യാഭ്യാസം നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അറബിക് കോളേജുകൾ ഉണ്ടാക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതുപോലെയുള്ള സമന്വയ വിദ്യാഭ്യാസം ഉണ്ടാക്കി. ഈ സമന്വയ വിദ്യാഭ്യാസത്തിന് എല്ലാ വിധത്തിലുമുള്ള വെള്ളവും വളവും നൽകി. പക്ഷേ അത് ചിലപ്പോഴൊക്കെ അത് വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് കണ്ടപ്പോൾ
അതിലൂടെ വിഷം കലർത്തപ്പെടുന്നുണ്ടോ എന്ന് കണ്ടപ്പോൾ വിദ്യാഭ്യാസം നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് നേരിട്ട് ഏറ്റെടുത്ത് നാഷണൽ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒട്ടുക്കും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഉറച്ചുകൊണ്ട് ഭൗതികവും മതപരവുമായ വിദ്യാഭ്യാസത്തെ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ നമ്മുടെ അഭിമാനമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്ത്യയുടെ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇസ്ലാമിക പ്രബോധനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് അവിടേക്ക് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ ഫ്രീ ആയി നൽകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പുസ്തകമാണ് അങ്ങോട്ടൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത്. അവിടേക്ക് വേണ്ടി ഒരുപാട് മുദർരിബുമാരെയും ഉസ്താദുമാർക്കും ശമ്പളം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലൊട്ടുക്കും ബഹുമാനപ്പെട്ട ദീനിന്റെ ഈ തനതായ രൂപത്തെ ലോകത്തെ എത്തിക്കാൻ വേണ്ടി സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ആത്മീയ വിദ്യാഭ്യാസത്തിനപ്പുറം ആത്മീയ വിദ്യാഭ്യാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തെർബിയത്തോടുകൂടെയുള്ള ഡോക്ടർമാരായി കഴിഞ്ഞാൽ, എഞ്ചിനീയർമാരായി കഴിഞ്ഞാൽ, ശാസ്ത്രജ്ഞന്മാരായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ദീനിനെ പുച്ഛമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി അവർക്ക് ആവശ്യമായ രൂപത്തിൽ ആത്മീയ വിദ്യാഭ്യാസവും തെർബിയത്തും നൽകിക്കൊണ്ട് അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൽ അതിൽ നല്ല പ്രാപ്തരായ അഭ്യസ്ത വിദ്യരെ ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് അൽഹംദുലില്ലാ SNECയുടെ കീഴിൽ ലൈഫ് എന്ന ഒരു പദ്ധതി വളരെ ഭംഗിയായി നടക്കുകയാണ്. കഴിഞ്ഞ വർഷം വളരെ ആശങ്കയോടത്തോട് തുടങ്ങി നാം ഒരൊറ്റ സ്ഥാപനത്തിലാണ് തുടങ്ങിയത്. ആ ഒരൊറ്റ സ്ഥാപനത്തിൽ തുടങ്ങി ആ സ്ഥാപനം നടത്തുന്ന അയാൾ സ്ഥാനാർത്ഥിയായപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തി താറടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ നമുക്ക് ഉള്ള അവസരങ്ങളെക്കാൾ 8 ഇരട്ടി വിദ്യാർത്ഥികൾ അതിൽ പരീക്ഷ എഴുതി അലോട്ട്മെന്റിന് കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ എല്ലാ രംഗത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടുത്ത ദിവസം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ലേണിംഗിന്റെ ആപ്പ് നാം ലോഞ്ച് ചെയ്തത്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായ ഈ ദീനിനെ പ്രചരിപ്പിക്കണം. അതിനാവശ്യമായ സംവിധാനം നമ്മുടെ SV മുഹമ്മദ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ SNECയുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് നടക്കുന്നു. ഇത്രയും വലിയൊരു വിശാലമായ സംവിധാനം ഉണ്ടാകുന്ന, അത് നിലനിർത്തുന്ന, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ നിലനിൽപ്പിന് അതിന്റെ ജിഹ്വയായി ഒരു നോട്ടീസ് ഉണ്ടായാൽ പോരാ, ഒരു പത്രമാണ് ഉണ്ടാവേണ്ടത്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഒരു നോട്ടീസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് മാത്രം കൊടുത്താൽ മതി. ഒരു പത്രമാകുമ്പോൾ അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുകയും അതോടൊപ്പം പറയേണ്ടുന്ന സമയത്ത് ഒരിക്കലെങ്കിലും സുപ്രഭാതം ഈ ഉമ്മത്തിന്റെ ഐക്യത്തിനെതിരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അത് തിരുത്താൻ ഈ സുപ്രഭാതത്തിന്റെ മാനേജ്മെന്റ് സന്നദ്ധമാണ്. തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കും. മുഷാവറ അതിനുള്ളതാണ്. പക്ഷേ തിരുത്തി കാണിച്ചു തരണം. എല്ലാ വാർത്തകളും കൊടുക്കും, പരസ്യങ്ങളായി കാണണം. എന്നാൽ ഒരിക്കലെങ്കിലും ഈ സമുദായത്തിന്റെ ഐക്യത്തിന് ഛിദ്രതയുണ്ടാക്കുന്ന, ഈ സമുദായത്തിന്റെ കെട്ടുറപ്പിന് നാശമുണ്ടാക്കുന്ന ഒരു ലേഖനമോ ഒരു വിശകലനമോ ഒരു എഡിറ്റോറിയലോ സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് സുപ്രഭാതമുള്ളത്. അങ്ങനെ ഒരിക്കലും വരില്ല. എല്ലാ വാർത്തകളും കൊടുത്ത് എല്ലാവരും വായിക്കണം. അത് വായിച്ച് അവരെ തിരുത്തണം. പിന്നീട് ലേഖനങ്ങൾ വരുന്നത് കൃത്യമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, ഈ ഇന്ത്യ ജനങ്ങളുടെ എല്ലാ മതവിഭാഗത്തിന്റെയും മതസൗഹാർദ്ദത്തിന് വേണ്ടി, എല്ലാ നന്മകൾക്ക് വേണ്ടിയും മാത്രം അതിൻ്റെതായ പേജുകൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോഴാണ് അതെല്ലാവരും വായിക്കുക. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിശുദ്ധമായ ദീനിന് വേണ്ടിയുള്ള അതിന്റെ ഖിദ്മത്ത് വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ജിഹ്വയായി, അതിന്റെ അന്തസ്സിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഈ സുപ്രഭാതം ഈ ഗൾഫിലും അതിന്റെ എഡിഷൻ വരുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നത് അതൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ആ ഭാഗ്യം ചെയ്തു തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി
അത് അതിൻ്റെ എല്ലാവിധ അന്തസ്സും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് നിലനിർത്തുവാനും കൂടുതൽ വ്യാപിപ്പിക്കുവാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.